സീറയിൽ പറയുന്നുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നു. ഫലമ്മാ റഅത്ഹു മസ്റൂറൻ ജദ്ലാനാ, ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം. മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളായി സ്വഹാബിമാർ പറയുന്നത്, ഹബീബിന്റെ സന്തോഷമുണ്ടായാൽ മുഖങ്ങനെ തിളങ്ങുന്ന സന്തോഷം കൊണ്ട്. സുറത്ത് അസാരി റോജിഹി, ദേഷ്യപ്പെട്ടാൽ മുഖം ചെമന്നു തുടുക്കും ഹബീബിന്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അന്ന് നബി തങ്ങളുടെ സന്തോഷം കണ്ടപ്പോ ഒരു കാര്യം പറയാൻ പോവാണ്. അങ്ങനെയുള്ള ഒരാളുടെ സന്തോഷത്തിലിരിക്കുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലീ ഇലൈക ഹാജ, ഒരു കാര്യം അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നു നബിയേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, യാ ആയിഷ സലീനി, ആയിഷ ബീവി ചോദിച്ചോളൂ, എന്താ വേണ്ടത്? ബീവി ചോദിച്ചു, അവ തസ്തജീബു ദാലിക്, ഞാൻ ചോദിച്ചാൽ അങ്ങരിക്കത് തരുമോ? നഅം, തരും. എന്തായിരിക്കും ആയിഷ ബീവി ചോദിക്കാൻ പോകുന്നത് റളിയല്ലാഹു അൻഹ? നമ്മുടെ മനസ്സിൽ വല്ലതും വരുന്നുണ്ടോ? എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്? ചോദിച്ചോട്ടെ. ആ, ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചാൽ അങ്ങ് ഉത്തരം തരുമോ? ആ, ഉത്തരം തരും. ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഹബീബിന്റെ മഹ്ബൂബത്തായ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഭർത്താവിനോട് ചോദിക്കാൻ പോവാ. എന്തായിരിക്കും ആ ചോദിക്കുന്നത്? ബീവി ചോദിക്കുകയാണ് കേട്ടോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ ദുനൂബി, എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ അങ്ങനെക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇറക്കണേ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഗോൾഡൻ ചാൻസ് കിട്ടുമ്പോൾ അതാ പറയേണ്ടത്. വലിയ വലിയ മഹാന്മാരും സയ്യിദന്മാരും കാണുമ്പോൾ കച്ചവടത്തിൽ ബർക്കത്തിനും അസുഖം മാറാനും വയറുവേദന മാറാനും ഒക്കെ പറയാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആദ്യം പറയേണ്ടത് ആക്കബത്ത് നന്നായി കിട്ടാൻ, സ്വർഗം കിട്ടാൻ, ഈമാനോടുകൂടെ മരിക്കാൻ. മെയിൻ ചോദ്യം, ഒരൊറ്റ ചോദ്യം ചോദിക്കാനേ സമയമുള്ളൂ. ഹൈലൈറ്റ് ചെയ്യണം, പ്രയോറിറ്റി ലിസ്റ്റിൽ വെക്കണം. അതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതൊക്കെ ചോദിക്കാം, പക്ഷെ ഒരു മുൻഗണനാ ക്രമം വെക്കണം. ആദ്യം പറയേണ്ടത് എന്താണ് അതേ പറയാം. പിന്നെ ചാൻസ് കിട്ടിയില്ലെങ്കിലോ? ചെറുപ്പക്കാരിയായൊരു മോളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അന്ന് ഹബീബ് വഫാത്താകുമ്പോ 18 വയസ്സ്. ഫാത്തിമ ബീവിയെക്കാളും 2 വയസ്സ് താഴെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മുടെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ദ്വാരക്കോ? 16-17 വയസ്സുള്ള കുട്ടികൾ എന്റെ തെറ്റ് പുറത്തരാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണേന്ന്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കൊക്കെ 16-17 വയസ്സുള്ള പെൺകുട്ടികളാണ് അത്ര സ്കൂളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആ കാട്ടിലും ചുറ്റിക്കാട്ടിലും കറങ്ങിത്തിരിഞ്ഞ് ഹറാമ് ചെയ്തു പോകുന്നത്. അവിടെ ഇരിക്കുന്ന പാറാവിലിരിക്കുന്ന പട്ടാളക്കാരുണ്ട്. അവിടെ മിലിറ്ററി ഏരിയയാണ് പയ്യാമ്പലം പ്രദേശം അല്ലേ. അവര് പറയാ, ഞങ്ങൾക്ക് കാണാറുണ്ട് ഇവിടെ പല തിന്മയും പച്ചയിൽ ചെയ്തു പോകുന്നത്, പക്ഷേ ഇത് ലോക്കൽ പോലീസ് ഇടപെടേണ്ട വിഷയമാണ്, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അതാരാ? മഫ്ത ധരിച്ചു വരുന്ന പെൺകുട്ടികൾ 100,000 ചരടൊക്കെ ചുറ്റിയ ചെറുക്കന്മാരുടെ കൂടെ നമ്മുടെ കൺമുമ്പുകളിൽ കറക്കി തിരിഞ്ഞ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, എന്റെ പാപങ്ങൾ പുറത്തു താ റബ്ബേ എന്ന്? ഒരു ചെറുപ്പക്കാരി പെണ്ണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഗോൾഡൻ ചാൻസ്. മുത്തുനബി തങ്ങളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ ചോദിക്കുകയാ, നബിയേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചോദിച്ചോളൂ ആയിഷ. അവ തസ്തജീബു ദാലിക്, ഞാൻ ചോദിച്ചാൽ അങ്ങ് ഉത്തരം തരുമോ? തീർച്ചയായും ചോദിച്ചോളൂ ആയിഷ. ഉദ്ഉല്ലാഹ അൻ യഗ്ഫിറ ലീ ദുനൂബി, എന്റെ പാപങ്ങൾ പൊറുക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ഇറക്കണം അല്ലാഹുവിനോട്. അവരൊക്കെ എന്ത് പാപ ചെയ്തിട്ടുണ്ടായിരിക്കാൻ? അഹ്ലു ബൈത്തല്ലേ, അത്വയ്യിബാതു ലിത്വയ്യിബീൻ, സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളായ അള്ളാഹു നല്ലവരായ കൂട്ടുകാരും ഭാര്യമാരുമായി അള്ളാഹു നൽകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ലൊരു ചാൻസ് കിട്ടിയപ്പോൾ ഹബീബിനോട് ചോദിച്ചു, അല്ലാഹ് അൻ യഗ്ഫിറ ലീ ദുനൂബി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയുയർത്തുന്നു, 3 തവണ ദുആ ഇറക്കാൻ പോകുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ,
അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ. അല്ലാഹുവേ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ആയിഷക്ക് മാപ്പ് കൊടുക്കണേ, എന്റെ ആയിഷക്ക് നീ എന്നേക്കുമായി വിട്ടുവീഴ്ച ചെയ്യണമേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാത്ത സന്തോഷത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുബ്രിഖു അസാരീർ വജ്ഹിഹാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് സന്തോഷമുണ്ട്. കൂട്ടത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് സന്തോഷമുണ്ട്. മുത്തനബി തങ്ങൾ ചോദിച്ചു, മാലകി അസുരിർത്തി, ആയിഷ മുഖത്തെ ഒരു സന്തോഷം കാണുമ്പോ എന്തു പറ്റി? സന്തോഷമായില്ലേ? ഇഷ്ടമായില്ലേ ബീവി? ഇഷ്ടമായില്ലേ? ഞാൻ ദ്വാരുന്നില്ലേ? ഇഷ്ടമായോ? നബിയെ വല്ലാത്ത ഇഷ്ടമായി. എന്തുകൊണ്ട് എനിക്ക് സന്തോഷിക്കാതിരിക്കണം? എനിക്ക് സന്തോഷിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂലല്ലയോ എനിക്ക് മാപ്പ് ചോദിച്ചത്? ഞാൻ സന്തോഷിക്കണ്ടയോ നബിയെ? ഞാൻ ആനന്ദിക്കണ്ടയോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ ഒന്നും പറഞ്ഞില്ല, കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. ഒരൽപ്പം നേരം ഹബീബായ നബി തങ്ങൾ മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ, ആയിഷ ബീവി, നിങ്ങൾക്കറിയുമോ ഇന്നത്തെ ഒരു രാവിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. യാ ആയിഷ, ഇന്നി ലഅദഉ കുല്ല ലൈലത്തിൻ ലിഉമ്മതി ബിൽ മഗ്ഫിറതി വർ-റഹ്മ. ആയിഷ, നിങ്ങൾക്ക് വേണ്ടി ഒരു ദുആയിരുന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി എല്ലാ രാത്രിയിലും അവർക്ക് പുറത്തു കൊടുക്കണേ, അവർക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത രാവുകളില്ല ആയിഷ. എല്ലാ രാവുകളിലും എന്റെ ഉമ്മത്തിന് മഗ്ഫിറത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, റഹ്മത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി തങ്ങൾ, അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ ലബ്തഹി വൽ ഹബീബിൽ ആറബി. ഒരു ഉമ്മയുടെ സ്നേഹവും ഒരു പിതാവിന്റെ സംരക്ഷണവും രണ്ടും ഒരുപോലെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു നബിയെ അങ്ങയിൽ നിന്ന്. അൻത ഉമ്മുൻ അം അബുൻ, അങ്ങ് ഞങ്ങൾക്ക് ഉമ്മയാണ്, അങ്ങ് ഞങ്ങൾക്ക് ഉപ്പയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നമ്മുടെ ശരീരത്തെക്കാളും ഹബീബായ നബിതങ്ങൾ നിങ്ങളോട്, നമ്മളോട്, ഓരോരുത്തരോടും നബിതങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ശരീരത്തെക്കാളേറെ. വഅസ്വാജുഹു ഉമ്മഹാതുഹും, ഹബീബിന്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഭാര്യമാർ റിദ്വാനുല്ലാഹി അലൈഹിൻ അജ്മഈൻ നമ്മുടെ ഉമ്മമാരാണ്. ശുദ്ധ ഖുർആൻ. എന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു രാത്രിയുമില്ല ആയിഷ. ഇന്നി ലഅദഉ കുല്ല ലൈലത്തിൻ ലിഉമ്മതി, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഏകനാണ്, അവനാണ് ഞങ്ങളുടെ രക്ഷിതാവും മഅബൂദും എന്ന് വിശ്വസിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണെന്ന് ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തവർക്ക് അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, അവർക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു രാത്രിയുമില്ല ആയിഷ. എന്റെ ഉമ്മത്തികൾക്കും സന്തോഷിക്കാൻ വകയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം